ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. കാർഗിൽ യുദ്ധത്തിന്റെ വീരസ്മരണകളിൽ ഇന്നും സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന പേര്. പിറന്ന നാട് തന്നെയായിരുന്നു മറ്റെല്ലാത്തിനേക്കാളും വലുത്. അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ നിന്ന ദശാസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ അഭിമാനമാണ് വലുതെന്ന് തീരുമാനിച്ചുകൊണ്ട് ജെറി മധുവിധു തീരും മുമ്പ് യുദ്ധഭൂമിയിലേക്ക് യാത്രയായത്. ശത്രുവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം ശത്രുവിന്റെ ബങ്കറുകൾ പൂർണ്ണമായി തകർത്തു തരിപ്പണമാക്കാനും ആ വീരജവാന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് രാജ്യം മരണാനന്തര ബഹുമതിയായി ആ വീരനെ വീരചക്രം നൽകി ആദരിച്ചത്. ജെറിക്ക് ആദ്യത്തെ വെടിയുണ്ട കൊണ്ടപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ എന്തോ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീരചക്രം കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ എയർഫോഴ്സിലാണ്. ഇവിടെ ഒരു ബോക്സ് കൊണ്ടുവന്നല്ലാതെ ജെറി ആ ബോക്സ് തുറക്കുകയോ പിന്നെ എന്താണ് ജെറി മരിച്ചെടുക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജെറി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നുഴഞ്ഞുകയറിയ ശത്രുക്കളെ തുരത്തി ഓടിച്ച് കാർഗിൽ മലനിരകളിൽ ഇന്ത്യൻ സൈന്യം വിജയഭേരി മുഴക്കിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ജെറിക്കൊപ്പം 521 പട്ടാളക്കാരാണ് ഭാരത മണ്ണിനായി കാർഗിൽ മലനിരകളിൽ വീരചരമം പ്രാപിച്ചത്. ജെറിയുടെ വീരത്യാഗത്തിന്റെ ഓർമ്മ ദിവസത്തിൽ കാർഗിൽ മലനിരകളിൽ വീരത്യാഗം ചെയ്ത ഓരോ ധീര സൈനികനും ടീം തത്വമയുടെ ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്.